വിനീതയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതെ തിയേറ്ററിൽ ഒരു കുറച്ച് ദിവസം പ്രേക്ഷകർക്ക് വേണ്ടി തിയേറ്ററിൽ കാണിക്കണം. സീരീസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് സന്തോഷം. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. മീനച്ചേച്ചിയായിട്ട് ഫസ്റ്റ് അല്ല ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തത്. മാത്രമല്ല ഐ മീൻ വെൻ യു സോ ദ ഹോൾ തിങ് എല്ലാ ആക്ടേഴ്സും സുമേഷിൻ്റെയും വിനായകൻ്റെയും ഒരുമിച്ചുള്ളൊരു ടീം വർക്ക്, എല്ലാത്തിനും ജീത്തു ജോസഫിൻ്റെ ഒരു സൂപ്പർവിഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. സോ അത് എന്തായാലും ആ ഒരു മാജിക് കാണാൻ ശരിക്കും പ്രേക്ഷകർ ഏത് രീതിയിലാണ് എങ്ങനെയുള്ള പ്രേക്ഷകർ കാണാം, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റ് മിസ്റ്ററിയാണ്. ചെറിയ ചെറിയ ഹൊറർ എലിമെൻറ്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, വളരെ സട്ടിലായിട്ട്. പക്ഷെ അതൊരു രസമാണ്, ആ എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അത് പക്ഷെ മസ്റ്റായിട്ട് കാണണം. ഇതേപോലത്തെ റോള് നല്ല സൗണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ നല്ല ഹെഡ്ഫോൺസ് വെച്ചിട്ട് കാണണം. സൗണ്ട് ശരിക്കും 3 മണിക്കൂറേ ഉള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ അതെ ശരി തിയേറ്ററിൽ റിലീസ് ചെയ്യാവുന്ന ഒരു ഇതായിരുന്നു അല്ലേ? അല്ല എനിക്കൊന്ന് ഭാവിയിൽ ഇനി അങ്ങനെ വരും. ബിക്കോസ് ഇത് തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഞാനതാണ്, എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താണ്. സോ ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മളും OTT-ലല്ലേ കാണണം. പക്ഷെ എന്ത് തന്നെയാലും ഇൻ ടോട്ടൽ ഹാറ്റ്സ് ഓഫ് ടു ഹോട്ട്സ്റ്റാർ. Thank you. Thank you, sir.